നമസ്കാരം. മലയാള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയാണ് മഞ്ജു വാര്യർ. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയാണ് മലയാളികൾ മഞ്ജു വാര്യർക്ക് വേണ്ടി കൊടുത്തത് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മഞ്ജു വാര്യരെ കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ പ്രേക്ഷകർ എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന കാര്യം കൂടിയാണ്. വിവാഹത്തിന് ശേഷം ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നെല്ലാം തന്നെ മാറി നിന്ന് ഒരു വീട്ടമ്മയുടെ റോൾ മഞ്ജു വാര്യർ കൈകാര്യം ചെയ്യുകയായിരുന്നു. പിന്നീട് അഭിനയത്തിലേക്ക് മഞ്ജു വാര്യർ ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അഭിനയത്തിൽ നിന്നെല്ലാം തന്നെ വലിയൊരു ഗ്യാപ്പ് തന്നെയായിരുന്നു മഞ്ജു വാര്യർക്ക് സംഭവിച്ചത്. എന്നാൽ പിന്നീട് വിവാഹമോചിതനുമായി ദിലീപുമായുള്ള സങ്കീർണ നിമിഷങ്ങളെല്ലാം മലയാളികൾക്ക് എല്ലാം പച്ചവെള്ളം പോലെ അറിയുന്ന കഥകളാണ്. എന്നാൽ മോചനത്തിന് ശേഷം മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരുന്നു നടത്തിയത്. ഈ ഒരു തിരിച്ചുവരവിൽ പ്രേക്ഷകർ വലിയ രൂപത്തിലുള്ള സ്വീകരണവും മഞ്ജു വാര്യർക്ക് കൊടുത്തു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മഞ്ജു വാര്യർ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ വന്ന തിരിച്ചുവരവിനെ മറ്റേത് നടിമാർക്കും തരത്തിൽ കൊടുക്കാത്ത തരത്തിലൊരു സ്വീകരണം തന്നെയാണ് മലയാളികൾ അന്ന് മഞ്ജു വാര്യർക്ക് വേണ്ടി കൊടുത്തത്. പിന്നീട് പല പ്രമുഖ റോളുകളിലും പല നായിക വേഷങ്ങളും മഞ്ജു വാര്യർ കൈകാര്യം ചെയ്ത് ഇന്നും മലയാള സിനിമയിൽ വലിയൊരു മാറ്റമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രായം കൂടുന്തോറും പ്രായം കുറഞ്ഞു വരുന്ന വ്യക്തിയായിട്ടാണ് മഞ്ജു വാര്യർ മലയാളികൾ എല്ലാവരും മഞ്ജു വാര്യരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വിവാഹത്തെപ്പറ്റി മലയാളികൾ എന്നും ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ദിലീപ് വീണ്ടും ഒരു വിവാഹം കഴിച്ച് കാവ്യമാധവനുമായി 2 കുട്ടികളുമായി ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മഞ്ജു വാര്യർ സ്വന്തം മകളോട് പോലും നേരെ സംസാരിക്കുന്നത് പ്രേക്ഷകർ കാണുന്നില്ല. എന്താണ് സംഭവം? എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ വീണ്ടും ഒരു വിവാഹം കഴിക്കാത്തത് എന്ന ചോദ്യം പ്രേക്ഷകരുടെ മുന്നിൽ എന്നും ഒരേപോലെ ഉണ്ടായിരുന്നു. എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്റെ വിവാഹത്തിനെ പറ്റിയും ഒരു ചടങ്ങിനെ പറ്റിയും എല്ലാം സംസാരിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രൂപത്തിൽ സംസാര വിഷയമായി മാറി. ഇതിനെ തുടർന്നാണ് മഞ്ജു വാര്യരുടെ 2ാം വിവാഹമായോ എന്ന ചോദ്യവും പ്രേക്ഷകർ ചോദിച്ചു തുടങ്ങിയത്. വിവാഹം എന്നത് ജീവിതത്തിന്റെ അവസാനം ചെയ്യേണ്ട ഒരു കാര്യമല്ല, ജീവിതത്തിന്റെ അവസാനവുമല്ല. അതുപോലെ തന്നെ ഒരു കുട്ടി ഒരു സ്ത്രീ വിവാഹം ചെയ്യുന്നതിന് മുൻപ് സ്വയം പ്രാപ്തി ആയിരിക്കുക എന്നും സെൽഫ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്നാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്ന കാര്യം മഞ്ജു വാര്യർ ഒരു പൊതുസഭയിൽ വെച്ച് തുറന്നു പറയുകയായിരുന്നു. ജീവിതത്തിൽ വിവാഹം എന്നതല്ല ഏറ്റവും പ്രധാനം കൊടുക്കേണ്ടത്. നമ്മൾ സ്വയം പര്യാപ്ത നേടുക, സ്വയം നമുക്ക് ജീവിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന തരത്തിലാണ് മഞ്ജു വാര്യർ സംസാരിച്ചത്. പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒരു റോൾ മോഡലായി കാണുന്ന താരമാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ വിവാഹം കഴിക്കാൻ പോകുമോ എന്ന ചോദ്യം ഇതിനോടകം പ്രേക്ഷകരും ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ എന്നും വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥമായി മഞ്ജു വാര്യരുടെ വിവാഹത്തെ പറ്റിയുള്ള വാർത്തകളൊന്നും മഞ്ജുവും സ്ഥിരീകരിക്കാത്തതിനെ തുടർന്ന് ഇതൊരു ഗോസിപ്പുകളായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് മഞ്ജു വാര്യർ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.